കുട്ടിക്കാട്ടിലാണ് വരുന്നത്. എൻ്റെ പേര് റാണി രാജേന്ദ്രൻ എന്നാണ്. ഞാൻ രുദ്ര കൃഷ്ണ എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ പാരൻ്റാണ്. ഞാനിവിടെ വരുന്നത് വളരെ വേദനയോടുകൂടിയും ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് എൻ്റെ മോനെയും കൊണ്ട് ഇവിടെ വന്നിരുന്നത്. ഒരിക്കലും ഒരു പിക്കപ്പ് ആവില്ല, അവൻ ഡെവലപ്പ് ആവില്ല എന്ന ഒരു കണ്ടീഷനിലാണ് മോനെയും കൊണ്ട് ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനൊന്ന് ആ കുഞ്ഞിൻ്റെ ഓരോ നിമിഷത്തെ വളർച്ചയും കാണുമ്പോൾ എനിക്കൊരു സന്തോഷം വന്നതും എൻ്റെ ഡ്രസ്സിങ്ങിലും എൻ്റെ ജീവിതത്തിലും എല്ലാം മാറ്റം വന്നതും ഞാനിപ്പോൾ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും കൂടെ മോൻ്റെ ആ ഡെവലപ്മെൻറ്റ്സിലാണ്. ഇപ്പോൾ അവൻ ഒരുപാട് മാറി. ഒരു 75% അവനൊരു നോർമൽ കുട്ടിയാണ്. ഞാൻ സ്പീച്ചാണ് ബാക്കിയുള്ളത്. സ്പീച്ചും കൂടെ അവൻ ഒരുപാട് വാക്കുകളും അത് സ്റ്റഡീസിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവനിപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ കുട്ടി പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിലിപ്പോൾ വന്നിരിക്കുന്ന നേരത്തെ ഉണ്ടായിരുന്ന സ്പീച്ചിലുണ്ടായിരുന്ന കുട്ടി വളരെ 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 അവന് ഡെവലപ്പ് ആവാൻ അവൻ വളരെ തിക്കായിരുന്നു അവനുമായിട്ട്. പക്ഷെ അവർ പ്രഗ്നൻ്റ് ആയ കാരണം അവർക്ക് മാറേണ്ടി വന്നു. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ പുതിയ കുട്ടി വന്നിട്ടുണ്ട്. അവനുമായിട്ട് അവൻ വളരെ ടച്ചായിട്ടുണ്ട്. പിന്നെ പ്രിയ, അവരെ പറഞ്ഞെടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഒത്തിരി കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ഒത്തിരി അവളായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പോൾ ഒത്തിരി കഷ്ടം പെട്ടിട്ടുണ്ട് ഈ കുട്ടികളെ ഒന്ന് ഒതുക്കാൻ വേണ്ടി. പിന്നീട് രമ്യ ടീച്ചർ വന്നു, അവരും ഒരുപാട് പെട്ടു. അപ്പോൾ അതിലും നന്നായിട്ടൊരു ടീച്ചറുണ്ട്, അഖില ടീച്ചർ. അവരൊരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. കുട്ടികളെ ഒരു സ്കൂൾ ഗോയിങ് ആക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അവർ. അതിൻ്റേതായ ഡെവലപ്മെൻറ്റ്സ് കുട്ടികൾക്കുണ്ട്. അവരിപ്പോൾ നെക്സ്റ്റ് ഇയർ സ്കൂളിൽ ചേർത്തണം എന്നുള്ളൊരു അത്രയും വരെ എത്തിച്ചു. അപ്പോൾ അതിന് ഡോക്ടറും നമ്മുടെ ഏത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഡോക്ടർ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് നമുക്ക് അഡ്വൈസ് തരികയും അത് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തി തരികയും പിന്നെ ഇപ്പോൾ ഉള്ള അവരും കുട്ടിയെ വളരെ വളരെ കുട്ടിയെന്നല്ല എല്ലാ കുട്ടികളോടും ഒരേപോലെ കെയർ ചെയ്യുകയും അതായത് ആ പ്രൊഫഷണൽ ആ ജോലിയാണ് ഞാനിത് ചെയ്യുന്നതും അതിനു വേണ്ടി അവരെന്തെല്ലാം ഒരമ്മ നോക്കുന്ന പോലെ അവർ നോക്കുന്നുണ്ട്. അതിലും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എൻ്റെ മോനെ മാത്രമല്ല എല്ലാ കുട്ടികളെയും ഇങ്ങനെ മാറ്റി എടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ സഹായിച്ച ഇക്ര തണൽ AD ഇൻവെൻഷൻ സെൻ്ററിന് എൻ്റെ ആത്മമായ നന്ദി.